ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ടീ കേക്കാണ്. ബേക്കറി സ്റ്റൈൽ ടീ കേക്ക്. നല്ല അടിപൊളി പഫി ആയിട്ടുള്ള ടീ കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ഇതിനായിട്ട് 1/2 കിലോ പഞ്ചസാര, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അല്ല, അതിന് പകരം കേക്ക് ജെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 15 ഗ്രാം കേക്ക് ജെല്ല്, 10 മുട്ട, 1/2 കിലോ മൈദ, 250 ഗ്രാം ഓയിൽ. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബേക്കിംഗ് ട്രേ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചു. 10 മുട്ട പൊട്ടിച്ച് പാർന്ന് അതിലേക്ക് കേക്ക് ജെല്ല് ഇടുക. കേക്ക് ജെല്ല് ഇടുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഒരു 10 ദിവസമൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അത് നല്ല രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ശേഷം അതിലേക്ക് പഞ്ചസാര കുറച്ചായിട്ട് ഇട്ടിട്ട് പഫി ആകുന്നവരെ നമ്മൾ അടിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് കാമണിക്കൂർ അടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്ക് നമ്മൾ കേക്ക് അടിപൊളിയായിട്ട് ബാറ്റർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കിലോ മൈദ കുറച്ചായിട്ട് ഇട്ട് ഇതേപോലെ ബീറ്റർ ഉപയോഗിച്ച് തന്നെ ബീറ്റ് ചെയ്തെടുത്തു. നല്ല രീതിയിൽ ബീറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക്. അത് കേക്ക് ജെല്ല് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം ഇതാണ്. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ മിക്സ് ചെയ്യാൻ സാധിക്കില്ല. ഇതിലേക്ക് നമുക്ക് എസൻസ് വേണം. വാനില എസൻസ് 1 സ്പൂണ്, ഓറഞ്ച് എസൻസ് 1/2 സ്പൂൺ, പൈനാപ്പിൾ എസൻസ് 1/4 സ്പൂൺ. അങ്ങനെ നമ്മൾ 3 എസൻസും ഇതിലേക്ക് ഒഴിച്ചു. 150 ഗ്രാം ഓയിൽ നമ്മൾ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ കേക്കിംഗ് ട്രേയിലേക്ക് മിക്സ് നമ്മൾ ബാറ്റർ അതിലേക്ക് ഒഴിക്കുക. നമ്മളിത് ഒഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ബാറ്റർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് നമ്മൾ 220 ഡിഗ്രി വെച്ചിട്ടുണ്ട്. 40 മിനിറ്റാണ് ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഏകദേശം 40 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് നമ്മൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് പൊന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി കേക്കായിട്ട് തന്നെ കിട്ടി. നമ്മൾ കേക്ക് എടുത്തു. ഏകദേശം നല്ല തണിഞ്ഞ ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഏകദേശം 60 പീസ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി കേക്ക്. താങ്ക് യു.